ആദായനികുതി റിട്ടേണുകളുടെ ഫയലിംഗ് പൂർത്തിയായിരിക്കുന്നു. ഇനി കാത്തിരിപ്പ് റീഫണ്ടിന് വേണ്ടിയാണ്. എപ്പോൾ റീഫണ്ട് ലഭിക്കും എന്നുള്ളതാണ് ദശലക്ഷക്കണക്കിന് ടാക്സ് പേയർമാരുടെ ചോദ്യം. ഏകദേശം 2 മുതൽ 5 ആഴ്ച കൊണ്ട് റീഫണ്ടിംഗ് പൂർത്തിയാക്കുമെന്നാണ് ആദായനികുതി വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. തുകയുടെ കാര്യത്തിൽ പക്ഷഭേദമില്ല. ഇനി 10,000 രൂപയ്ക്ക് മുകളിലുള്ള തുകയാവട്ടെ, 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയാവട്ടെ, എത്ര വലിയ തുകയാണെങ്കിലും ഒരേ ദിവസം തന്നെ ക്രെഡിറ്റ് ചെയ്യുമെന്നും ആദായനികുതി വകുപ്പ് പറയുന്നു. എന്നാൽ വലിയ തുകകളെ സംബന്ധിച്ച് ഒരു സ്ക്രൂട്ടിനി ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ വലിയ തുകകൾ ക്രെഡിറ്റ് ആവാൻ അല്പം താമസിക്കുകയും ചെയ്യും. ഇനി ആദായനികുതി നേരത്തെ ഫയൽ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും ഉണ്ട്. അവർക്ക് റീഫണ്ട് വളരെ വേഗം ലഭിക്കും. കാരണം ആദായനികുതി വെബ്സൈറ്റ് വളരെ തിരക്ക് കുറഞ്ഞ ഒരു സമയത്താണ് അവർ റിട്ടേണുകൾ ഫയൽ ചെയ്തത്. സ്വാഭാവികമായും അവരുടെ വെരിഫിക്കേഷൻ വളരെ വേഗം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റീഫണ്ടും വളരെ വേഗത്തിൽ അവർക്ക് ലഭിക്കും. ഇനി വൈകിയാണ് ആദായനികുതി റിട്ടേണുകൾ സമർപ്പിച്ചതെന്നിരിക്കട്ടെ, അതായത് അവസാന ദിവസങ്ങളിൽ അവർക്ക് ആദായനികുതി റീഫണ്ട് ലഭിക്കാൻ കാലതാമസം ഉണ്ടാകും. കാരണം എന്തെന്നാൽ അവരുടെ വെരിഫിക്കേഷൻ ഏകദേശം 24 മുതൽ 48 മണിക്കൂർ വൈകിയാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനി എത്രമാത്രം നിങ്ങളുടെ ആദായനികുതി റിട്ടേണുകൾ സിമ്പിൾ ആണ് എന്നത് സംബന്ധിച്ചും റീഫണ്ടുകൾ ലഭിക്കുന്നത് വൈകുകയോ നേരത്തെ ആവുകയോ ചെയ്യാം. നിങ്ങളുടെ ആദായനികുതി റിട്ടേണുകളിൽ ബേസിക് സാലറി ഇൻകം, അതുപോലെ തന്നെ ബേസിക് ഡിഡക്ഷൻസ് ഇവയൊക്കെ മാത്രമാണ് ഉള്ളതെങ്കിൽ അത് വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗം പ്രോസസ്സിംഗ് പൂർത്തിയാക്കി നിങ്ങൾക്ക് റീഫണ്ടുകൾ ലഭിക്കും. എന്നാൽ നിങ്ങളുടെ ആദായനികുതി റിട്ടേണുകൾ അല്പം കോംപ്ലക്സ് ആണെന്നിരിക്കട്ടെ, ബിസിനസ് ഇൻകം, അതുപോലെ ഓഹരി നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം ഇവയൊക്കെ അതിൽ ഉണ്ടെന്നിരിക്കട്ടെ, അതിന് കൂടുതൽ സ്ക്രൂട്ടിനി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കാലതാമസം റീഫണ്ടിന് ഉണ്ടാവുകയും ചെയ്യും.